എനിക്ക് വളരെ ചെറുപ്പം തൊട്ടുള്ളൊരു സ്വപ്നമാണ്. അത് എൻ്റെ അമ്മ, എൻ്റെ അമ്മമ്മ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ആഗ്രഹമാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് പറയുന്നൊരു ഇത്. അതിൽ നിന്ന് ചെറുപ്പത്തിലെ അവരത് പറഞ്ഞ് ഒരുപാട് സിനിമകൾ കാണിപ്പിച്ചൊക്കെയാണ് എനിക്ക് സിനിമയോടുള്ള ഇഷ്ടം വളരെ ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങിയത്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്നല്ല ഏത് ആക്ടറിനായാലും നമ്മളെ ആൾക്കാർ തിരിച്ചറിയുക, നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സിനെ പറ്റി അല്ലെങ്കിൽ സിനിമയെ പറ്റി ഒന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു ആ അപ്രിസിയേഷനാണല്ലോ നമുക്ക് അടുത്ത വർണ്ണം ചെയ്യാനുള്ളൊരു ഫ്യൂല് തരുന്നത്. ഒരു കണക്കിനൊക്കെ റിജക്ഷൻസ് വേണം. റിജക്ഷൻസ് ആണ് നമുക്ക് കുറച്ചും കൂടി ഫ്യൂല് തരണേന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇഷ്ടംപോലെ റിജക്ഷൻസ് കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. എല്ലാം ഈ കൈയുടെ തുമ്പത്ത് വന്നിട്ട് മിസ്സായി പോയിട്ടുണ്ട്. അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. മേ ബി അതെനിക്കുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ ആ റിജക്ഷൻസ് കിട്ടിയോണ്ട് തന്നെ ഡൗൺ ആയി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മൊമെന്റ്സിലുണ്ട്. കാര്യം ത്രൂ ഔട്ട് നമ്മൾ ഇതിന് വേണ്ടി മാത്രം നിൽക്കുമ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം കൂടി വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകും. പക്ഷെ എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരു വിഷ്വൽ നമ്മുടെ മൈൻഡിലുണ്ടല്ലോ, നമ്മൾ ഒരു സ്ഥലത്ത് റീച്ച് ചെയ്യണം എന്നുള്ളത്. അതിലോട്ടെത്താൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ എണീറ്റ് ഓടുക എന്നുള്ളത് തന്നെയുള്ളൂ. ആ ഓട്ടമാണ് ഇവിടെ ഈ പറഞ്ഞൊരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിലോട്ട് എത്തി നിൽക്കുന്നത്. ഇത് എൻ്റെ അച്ഛൻ്റെ പേര് ശ്രീകുമാർ ജിയാർ, വർക്കലക്കാരനാണ്. എൻ്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്യണത് ശ്രീമൂലനഗരം സബ് രജിസ്റ്റർ ഓഫീസിൽ സീപ്പറായിട്ടാണ് വർക്ക് ചെയ്യണേ. അമ്മ സരിത പി വാര്യർ, MP MLA കോട്ടിൽ അമ്മ സീപ്പറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യണേ. അമ്മ എറണാകുളംകാരി തന്നെയാണ്. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കേൾക്കാനോ മിണ്ടാനോ പറ്റില്ല. ഇതെൻ്റെ അനിയൻ സൂരജ് എന്നാണ് പേര്, സൂരജ് കൃഷ്ണ. അവനിപ്പോൾ HPC എന്ന് പറയുന്ന ഒരു ജിമ്മിൽ സെയിൽസിൽ വർക്ക് ചെയ്യാണ്. സിനിമ എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അമ്മയും അവർ രണ്ടുപേരാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ റീസൺ എന്ന് പറയാനുള്ള. കാരണം എൻ്റെ അമ്മയ്ക്ക് ഈ പാജൻസ് അതൊക്കെ ഭയങ്കര ഇഷ്ടം. അമ്മ ഭയങ്കര ഐശ്വര്യ റായ് ഫാനാണ്. അമ്മ ഡാൻസറാണ്. അമ്മ നാടകം അങ്ങനത്തെ എല്ലാത്തിലും. അമ്മ സ്കൂളിൽ പഠിക്കുമ്പം ആർട്സിൽ എൻ്റെ അമ്മ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പക്ഷെ അമ്മ മറ്റേ ജില്ലാ സബ് ജില്ല ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ സിനിമയിലോട്ട് വരിക അങ്ങനത്തെ കാര്യങ്ങൾ ആ സമയത്ത് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും എത്തിയിട്ടില്ല. അങ്ങനെ ഇപ്പം അമ്മമ്മയ്ക്കും എന്നെ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മയുടെ അച്ഛനും മുത്തച്ഛനും അമ്മമ്മയും ഈ പറഞ്ഞ പോലെ ഡാൻസിന് വിടുക, പാട്ടിന് വിടുക, എല്ലാ അതിലും എനിക്ക് ഭയങ്കര ആഗ്രഹം സിനിമയിൽ കാണണം എന്നുള്ളത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അത്രയും ചെറുപ്പത്തിലേ തൊട്ട് എൻ്റെ മൈൻഡിൽ ഇതാണ്. അപ്പൊ വേറെ എന്തൊക്കെ സാധനങ്ങൾ ഓക്കെ നമുക്ക് വലുതാകുമ്പോ ഡോക്ടറാവോ എഞ്ചിനീയർ അതൊക്കെ ആലോചിച്ചാൽ അടുത്ത എൻഡ് ഓഫ് ദി ഡേ കറങ്ങി തിരിഞ്ഞ് വന്ന സിനിമയിൽ തന്നെ നിൽക്കും. പിന്നെ എനിക്ക് മനസ്സിലായി അതാണ് അപ്പത്തൊട്ടേ ഞാൻ സ്വപ്നം കാണുന്ന സിനിമ മാത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കുക, അഭിനയിക്കുക, അതൊക്കെയായിരുന്നു എന്റെ ചെറുപ്പം തൊട്ടുള്ള പരിപാടി. അപ്പൊ ഏതോ ഒരു മൊമെന്റിൽ അത്രമേൽ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് കൊണ്ട് തരാന്ന് പറഞ്ഞ പോലെ ഓരോ ഡോർ ഓപ്പൺ ആയി കിട്ടിയെന്ന്. ഈസി അല്ലായിരുന്നു ഒന്നും, പക്ഷെ സംഭവം അത് കറങ്ങി തിരിഞ്ഞ് വന്നു എന്നുള്ളത്. അത് പാജന്റിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ അപ്പം മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ 2022 ഫൈനലിസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അപ്പൊ അത് കുറച്ച് ടെൻഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് പറ്റുമോ, അതായത് ഇവരിങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ പബ്ലിക്കലി എവിടെ പറഞ്ഞോ ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഒരു സിമ്പത്തി അല്ലെങ്കിൽ അയ്യോ അത് വേണ്ട. കാര്യം ഞാൻ ഇവരെ നോർമലായിട്ടാണ് കാണുന്നത്. എൻ്റെ ചുറ്റുള്ള ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും അത് ഞാൻ ചെറുപ്പം തൊട്ട് അങ്ങനെയായിട്ട് ഒരു സ്ഥലത്തും അങ്ങനെ സ്പെഷ്യൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ നോർമലി ഉള്ള രീതിയിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റീസിനെ അങ്ങനെ മീറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ കൂടെ അഭിനയിച്ച ക്രൂവിനൊക്കെ ഇപ്പം തിയേറ്ററിൽ വന്നപ്പോഴാണ് കണ്ടത്. അപ്പം എല്ലാവരെയും പരിചയപ്പെട്ടതിലൊക്കെ അവരിപ്പോഴാണ് ഓരോരുത്തരെ പരിചയപ്പെട്ട് വരുന്നത്. അല്ലാതെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ഞാൻ പോയിട്ട് തിരിച്ചു വരൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പം തിയേറ്ററിൽ ഫസ്റ്റ് ടൈം എല്ലാവരും ക്രൂവിനെയൊക്കെ പരിചയപ്പെട്ടത് എപ്പോഴാണ്. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് സിനിമ. അപ്പോൾ എങ്ങനെ വരണം, ഓഡീഷൻസ് എന്താ, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ അശ്വിൻ ജോസ് എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ സിനിമയിലാണല്ലോ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ആളോടല്ലേ പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം അഭിനയിക്കണമെന്ന്. എനിക്ക് ആ പരിപാടി മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ ഓഡീഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പൂവൻ്റെ ഓഡീഷന് അശ്വിൻ ചേട്ടൻ്റെ ഫ്രണ്ട് സനത്ത് എന്ന് പറഞ്ഞിട്ട് പ്രേമലുവിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു.
അപ്പോൾ പുള്ളി വഴിയാണ് പൂവിൻ്റെ ഓഡിഷന് പോയി. അവിടെ വെച്ചാണ് ഗിരീഷേട്ടൻ എന്നെ കാണുന്നത്. പക്ഷെ ഓഡിഷൻ ക്രാക്ക് ചെയ്തെങ്കിലും അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഇതുള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പൂവിൻ്റെ ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് എന്നെ പ്രേമലുവിലോട്ട് വിളിക്കുന്നത്. എനിക്ക് എത്ര സിനിമ ചെയ്താലും എനിക്ക് ആദ്യം ഒരു പടം എങ്ങനെയാണോ ചെയ്യണം അതുപോലെയാണ് ഞാൻ ഓരോ സെറ്റിലും പോണേ. കാരണം പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ആയിരിക്കും, പുതിയ പുതിയ ടീമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രേമലു ചെയ്യുമ്പോൾ അതൊരു വലിയ ടീമായി. ഞാൻ ഗിരീഷേട്ടനോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവണില്ല ഗിരീഷേട്ടൻ ടേക്ക് ഓക്കെ ആണോ, റിയാക്ട് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനും വേണ്ടി ശരിയായോ എന്നുള്ളത്. ഞാൻ മോണിറ്ററിൻ്റെ അടുത്തേക്ക് ആ ഭാഗത്തേക്ക് ഞാൻ പോലെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേ നിൽക്കുള്ളായിരുന്നു. ഇപ്പം ഡെർബി എന്ന് പറയുന്ന സെറ്റിൽ നമ്മുടെ ഡയറക്ടർ സജിൽ ഞങ്ങളുടെ ഏജാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നിന്ന് പെരുമാറാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏത് ക്യാരക്ടർ പ്ലേ ചെയ്താലും ഈ പറഞ്ഞ പോലെ ആദ്യം ഞാൻ എങ്ങനെയാണോ കാണുന്നത് അതേ ടെൻഷനായിരിക്കും എനിക്ക് ഓരോ ദിവസം രാവിലെ സെറ്റിൽ പോകുമ്പോഴും എനിക്കുണ്ടാകും. ആദ്യം എനിക്ക് നല്ല ചിരിയാണ് വന്നത് ഫസ്റ്റ് ടൈം കണ്ടിട്ടില്ല. പിന്നെ മനസ്സിലായി തുടങ്ങി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെയൊന്നും പറയാറില്ല. അവൻ പൊതുവെ എങ്ങനെ പറയാറില്ല. പ്രേമലു അച്ഛനും അമ്മ ഉണ്ടായിരുന്നില്ല, ഞാനും ചേച്ചിയും കൂടെ പോയത് ഫ്രണ്ട്സായിട്ട്. പിന്നെ ഡെർബി ഞങ്ങളെല്ലാവരും കൂടെ പോയത്. അമ്മയ്ക്ക് ഞാൻ ത്രൂ ഔട്ട് ഇല്ലാത്തതിൻ്റെ സങ്കടം എപ്പോഴും ഉണ്ട്. എന്താ ത്രൂ ഔട്ട് ഇല്ലാത്ത അപ്പോൾ ബാക്കിയെല്ലാം ചെറിയ പടം ആയതുകൊണ്ട്. പിന്നെ വെച്ചാൽ ഇവർ വർക്കിന് പോകുന്ന സമയത്താണല്ലോ രാവിലെ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ പറയും വൈകിട്ട് വന്നിട്ട് പോയാൽ മതി, ഞാൻ രാവിലെ പോയിട്ട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോവാറ് എപ്പോഴും. ഇപ്പോൾ പ്രേമലു ആയാലും റൊണാൾഡോ ചിത്രം ആയാലും അങ്ങനെ പോയിട്ട്. ഇപ്പം ഡെർബി ത്രൂ ഔട്ട് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ വാശി പിടിച്ചിട്ട് ലീവ് എടുക്ക്, നമുക്ക് ഒരു ദിവസം പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലീവ് എടുപ്പിച്ച് കൊണ്ടുപോയതാണ് ഡെർബി കാണാനായിട്ട്. പാരൻസ് മീറ്റിങ്ങൊക്കെ ചേച്ചിയാണ് വന്നുകൊണ്ടിരുന്നത്. ഇവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, എപ്പോഴും ചേച്ചീനെ വരാറ്. പിന്നെ എവിടെ പോയാലും ചേച്ചിനെ കൊണ്ടുപോകാറുള്ളൂ. അതുകൊണ്ട് എന്താ ചേച്ചിനെ തന്നെ വലിയ കാര്യം. ഞാൻ സത്യം പറഞ്ഞ അമ്മേനെ പോലെ എൻ്റെ ചേച്ചിനെ കാണാറ് എപ്പോഴും. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അനിയൻ വേണമെന്ന്. ഞാൻ ഇവരുടെ മുന്നിൽ രാത്രി കരഞ്ഞൊക്കെ കാണിക്കും, ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, അല്ല ദൈവം നീ എനിക്കൊരു അനിയനത്തൊക്കെ പറഞ്ഞ കരഞ്ഞൊക്കെ കാണിച്ച് എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് എനിക്ക് അനിയനെ തന്നെ. ഞാൻ അതുപോലെ എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെ ചെറുപ്പം തൊട്ടേ എൻ്റെ കാര്യങ്ങൾ നോക്കി 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 അങ്ങനെയാണ്. അപ്പം എവിടെ പോയാലും ഞാൻ പറയാം എനിക്ക് എൻ്റെ അനിയൻ എന്നതിലുപരി എനിക്ക് എൻ്റെ മോനാണ്, എൻ്റെ ഫസ്റ്റ് ചൈൽഡ് മോനാണ്. നമ്മൾ 7 വയസ്സിന് വ്യത്യാസം. എന്നെക്കാട്ടും പൊക്കം വെച്ചതേ ഉള്ളൂ. പ്രേമലു ഒരു തരത്തിൽ ഭാഗ്യ കാര്യം, ആൾക്കാർ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ പറഞ്ഞ ആ ക്യാരക്ടർ ആരും മറന്നിട്ടില്ല ഇപ്പൊ വരെ. അമ്മ പ്രേമലുവിന്റെ സക്സസിന്റെ സമയത്ത് കിട്ടിയ ഒരു ഇതുണ്ട്, മൊമെന്റോ പോലത്തെ ഉണ്ട്. അതായിരുന്നു കുറച്ച് നാൾ ഞാൻ നോക്കിയപ്പോ ഫുള്ള് വീഡിയോ കോൾ എല്ലാവരും ഇത് പ്രേമലു 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 എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് രണ്ടുപേരും അതെ. അല്ലാതെ ഇപ്പൊ എന്നെ അങ്ങനെ തിരിച്ചറിയാൻ മാത്രം ഞാൻ ഇതായിന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ റെയർലി കുറച്ച് പേര് കാണുമ്പോൾ ഇന്ന ഇതിലല്ലേന്ന് ചോദിക്കാറുണ്ട്. ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത് തീർന്ന് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന വരെ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. കാര്യം എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അപ്പം ഞാൻ ആദ്യമേ ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും എക്സൈറ്റഡ് ആവരുത്, കാര്യം അത് തീർന്ന് പുറത്തേക്ക് വന്നാലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആദ്യമേ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും മുൻകൂട്ടി പറയും, ഞാൻ ഇപ്പം അത് പറയാൻ പക്ഷെ സന്തോഷിക്കരുത്, കഴിയട്ടെ എന്നിട്ട് സന്തോഷിക്കാന്ന് പറയും. എനിക്കിപ്പോൾ കുറേ മൂവീസ് ഇങ്ങനെ വന്നിട്ട് കൈവെള്ളയിൽ വന്നിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പരിധിയൊക്കെ എടുത്തപ്പോൾ അച്ഛനാ പോവല്ലോ വരുമല്ലോ അതായിരുന്നു. അത് അന്ന് നമ്മൾ ഡെർബിന്റെ ആയപ്പോഴത്തേക്കും ചാനൽസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരും ഒന്ന് പെട്ടെന്ന് മൈക്ക് കിട്ടിയപ്പോ എന്താ പറയേണ്ടത് പറയാനും പറ്റില്ല, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ കോട്ടയത്ത് ബോർഡിങ്ങിൽ നിന്നാ പഠിച്ചത്. അപ്പൊ എല്ലാ ആഴ്ചയും വരുമ്പോഴത്തേക്കും മുത്തച്ഛൻ്റെ കൂടെ സിനിമയ്ക്ക് പോകലാണ് അമ്മയുടെ മെയിൻ പരിപാടി. അങ്ങനെ അമ്മ കണ്ട അത്ര സിനിമ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും തോന്നണില്ല. അമ്മ എല്ലാ സിനിമയും പോയി കാണും. അച്ഛൻ കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം തിയേറ്ററിൽ പോയി പടമൊക്കെ കാണാനായിട്ട്. അച്ഛന് സങ്കടം വന്നത് അച്ഛൻ പറഞ്ഞേ വരുന്നുണ്ട്. അതായത് അവിടെ ഡെർബിയിൽ പോയപ്പോൾ ഫസ്റ്റ് ടൈമാണ് എന്നെ കാണിച്ചപ്പം ക്രൂ ആയാലും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര കയ്യടിയും വിസിലടിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ഇതായപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു മൊമെന്റ് ഈ വൈബ്രേഷൻ അടിക്കുമല്ലോ ഇതാവുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു.
അതെ, അച്ഛനും എന്നാ തിയേറ്ററിൽ വെച്ച് അച്ഛനും അത് ഞാൻ ആ വീഡിയോയിലാണ് കുറച്ചും കൂടി ശ്രദ്ധിച്ചത്. അന്ന് പിന്നെ എല്ലാത്തിന്റെ ഇടയിലല്ല, അപ്പൊ വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ് അച്ഛന് കണ്ണൊക്കെ നിറഞ്ഞിരിക്കണം. അപ്പൊ എനിക്കും അയ്യോ ആ ഒരു സാധനം ഭയങ്കരമായിരുന്നു. പണ്ടത്തെ ദിലീപേട്ടന്റെ പടത്തിലൊക്കെ കോമഡിയൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സംസാരിക്കുകയല്ലേ ചെയ്യണേ. അത് എവിഡന്റ് ആയിരുന്നു, മറ്റേ പാത്രത്തിൽ വീഴുന്നത്, കറങ്ങുന്നത്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇവര് വിഷ്വലി അത് കണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കാം. അച്ഛനൊക്കെ ഒരു പരിധി വരെ മൂവ്മെന്റ് വെച്ച് പിടിക്കും, പക്ഷെ എന്നാലും വിഷ്വലി നമ്മൾ എത്രത്തോളം അത് കൊടുക്കുന്നോ അതനുസരിച്ചിട്ടാണ് ഇവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടെ ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ പിന്നെ ഇവർ ഒറ്റയ്ക്ക് പോയി കാണാൻ തുടങ്ങിയതിന് ശേഷം കുഴപ്പമില്ല, അവര് മനസ്സിലാക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. ആ കറക്റ്റ് വാക്കുകൾ മാത്രം കിട്ടാത്തേ ഉള്ളൂ, പക്ഷെ കോണ്ടെക്സ്റ്റ് അവർക്ക് മനസ്സിലാവും. എനിക്ക് ക്ലോസ് ഷോട്ട്സാണ് കൂടുതൽ ഈ പടത്തിലും ഡെർബിയിലുണ്ടായിരുന്നത്. അപ്പം കുറേ സ്ഥലത്ത് എൻ്റെ മാത്രം ഫേസ് ഇങ്ങനെ ഫുൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് എനിക്ക് ഭയങ്കര അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഞാൻ അമ്മ അത് ഇത്തവണ ഡെർബി കാണാൻ പോയപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യത്തെ എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ എൻട്രി വരുന്നത്. അപ്പൊ അമ്മ ഈ 20 മിനിറ്റ്സ് എവിടെ എപ്പോ വരും ഞാൻ പറഞ്ഞത് അടങ്ങിയിരിക്കും, വരും പിന്നെ തലതിരിക്കും. ഞാൻ പറഞ്ഞത് അതിലോട്ട് നോക്കി, എന്നെ നോക്കിയിട്ട് കാര്യമില്ല, വരും അങ്ങനെ പിടിച്ചിരുത്തിയാണ് എന്റെ സീക്വൻസ് വരുമ്പോ കാണിച്ചിട്ടുള്ളത്. അതെ, ഞാൻ വരുന്നില്ലല്ലോ മുസ്ലിം കുട്ടിയായിട്ട് അച്ഛൻ തട്ടനിട്ട് എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്ത് മുസ്ലിം ക്യാരക്ടറായിരുന്നു. ഇഷ്ടപ്പെട്ടു, അത് കറക്റ്റ് ആപ്റ്റായിട്ട് ചേർന്നുണ്ടായിരുന്നു. അമ്മ അപ്പൊ ഏത് പടത്തിന് പോകുന്ന ചോദിക്കും എൻ്റെ അടുത്ത്, ഇച്ചിരി ഉള്ളോ, കുറെ ഉണ്ടോ, ഇച്ചിരി ഉള്ളതാണെങ്കിൽ ഫോണോ, അങ്ങനെ ചോദിക്കും. എൻ്റെ കൂടുതലും എൻ്റെ ഗ്രാൻഡ് പാരൻസാണ് കൊണ്ടുപോകാറ്. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള അവരുടെ കൂടെ. അതുപോലെ എൻ്റെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് എൻ്റെ അമ്മയുടെ ചേട്ടനാണ് ഉല്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മാവനും അമ്മമ്മയും മുത്തച്ഛനുമാണ് ഒരു മെയിൻ ഘടകം. പിന്നെ വരുന്നിട്ട് അച്ഛൻ്റെ അമ്മയും. ഇവർ ഇത്രയും പേരാണ് എൻ്റെ മെയിനായിട്ട് എന്നെ എല്ലാത്തിലും എന്നെ കൊണ്ടുപോയി. എന്നെ വീട്ടിലിരുത്തിയിട്ടില്ല. അമ്മമ്മ എപ്പോഴും പറയും അമ്മ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ടിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുഞ്ഞായിട്ട് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഒത്തിരി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മാമ്മ ഇങ്ങനെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എൻ്റെ അടുത്ത്. അമ്മമ്മയ്ക്ക് അറിയില്ലായിരുന്നു അമ്മ അങ്ങനത്തെ കുട്ടിയാന്ന് അറിയില്ലായിരുന്നു. ഈ നാടോടികൾ പോലെയുള്ള ആരോ അങ്ങനെ പുറത്തു കൂടി പോയപ്പോൾ അങ്ങനെ പറഞ്ഞാണ് അയ്യോ ഈ കുട്ടിക്ക് ഇങ്ങനെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അമ്മമ്മ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ദൂരെ വെച്ച് പാത്രമൊക്കെ കൊട്ടി നോക്കുക, അങ്ങനെയാണ് അമ്മയുടെ കാര്യം മനസ്സിലായത്. അച്ഛൻ എനിക്ക് തോന്നുന്നു അല്ലാതെ റിയലൈസ് ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ പോലും അവര് എനിക്കിപ്പോൾ കാക്ക പ്രാവ് ആ സാധനമൊക്കെ അച്ഛനൊരു പരിധി വരെ ട്രൈ ചെയ്ത് പറഞ്ഞുതരും. അപ്പം താരാട്ടുപാട്ടൊക്കെ ഒരു എനിക്ക് മനസ്സിലാവും, അത് പുറമെയുള്ള ആൾക്ക് മനസ്സിലായാലും എനിക്കത് മനസ്സിലാവുമായിരുന്നു ഇവർ പറയുന്നത് എന്താന്നുള്ളത്. വളർന്നു വരുമ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും എന്താ പറയുക, പ്രാർത്ഥനയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എത്തും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആണെങ്കിലും കൂടുതൽ അമ്മമ്മ അച്ഛനുമാണ് വരാറ്. എന്നാലും ഇവരാരെങ്കിലും വരുവാണെങ്കിലും അപ്പൊ ടീച്ചർ ചോദിക്കും ഇവര് പറയുമ്പോൾ നീ മാറ്റി പറയരുത്, അവര് നിന്നെ പറ്റി കുറ്റം പറഞ്ഞാൽ നീ നല്ലത് പറയരുത്, ടീച്ചർ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ നീ തിരിച്ചവരോട് നല്ല പറഞ്ഞാൽ ഇല്ല ഞാൻ ഉള്ളതുപോലെ പറയുള്ളൂ എന്ന് പറയും. അപ്പൊ തൊട്ടേ ഞാൻ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാറ്. ഡാൻസ് ആണ് ഇപ്പം മെയിനായിട്ട്. സിനിമ അല്ലാതെ എനിക്കൊരു ഫിനാൻഷ്യലി ഞാനിപ്പം പിടിച്ച് നിൽക്കുന്നുണ്ട് ഡാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഞാൻ അല്ലാതെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, സെയിൽസിലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 9 to 5 ജോബ് മോശമെന്നല്ല ഞാൻ പറയണേ, എന്നെ കൊണ്ടത് പറ്റുന്നില്ല. പിന്നെ ആ ഒരു 2-3 ഇയേഴ്സ് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആവാൻ തുടങ്ങി. കാര്യം എനിക്കിത് സിനിമയാണ് എനിക്കെല്ലാം. അപ്പം അതൊന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പോയപ്പോൾ എനിക്ക് ഭയങ്കര, കാരണം ഇതുപോലെ 1-2 ഓഫേഴ്സ് വന്ന സമയത്തും ഇത്ര ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല, അപ്പോൾ റിസൈൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ ഫാമിലി റൺ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ജോലി എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്പോൾ റിസൈനും ചെയ്യാൻ പറ്റുന്നില്ല, പടവും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് റിസ്ക് എന്തെങ്കിലും ഒന്ന് വിട്ടാൽ എന്തെങ്കിലും ഒന്ന് നേടാൻ പറ്റുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ റിസ്ക് ചെയ്തിട്ടാണ് ഞാൻ ഡാൻസ് മാത്രം ഫോക്കസ് ചെയ്ത്
എന്നിട്ട് അതാകുമ്പോൾ പിന്നെ എൻ്റെ കൺവീനിയൻ്റ് അനുസരിച്ച് ഞാൻ ക്ലയൻസിൻ്റെ അടുത്ത് ആദ്യമേ ഞാൻ പറയും ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത്ര ദിവസത്തെ ഗ്യാപ്പ് വരും, നെഗോഷിയേറ്റ് ചെയ്തെടുക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളായിട്ടില്ല, ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് ഞാൻ പോയി പഠിപ്പിക്കുക ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സിനിമാറ്റിക് ആണ്. കുട്ടികളിൽ എടുക്കണുണ്ട്, പക്ഷെ കൂടുതലും ഞാൻ ലേഡീസിനെ എടുക്കണം. അപ്പോൾ അവർക്കൊരു കാർഡിയോ പോലെ ഒരു ആ രീതിയിൽ ഞാൻ വർക്കൗട്ട് ബേസ് ആയിട്ടല്ല, ഡാൻസ് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു എന്താ പറയുക, ഫുൾ വീട്ടിലിരിക്കില്ല, അപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലസ് ഒരു ഹെൽത്ത് എന്നുള്ള രീതിയിൽ അങ്ങനെ. മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രീം ചെയ്യുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സിനിമയിലെ ഏറ്റവും നല്ലൊരു മുൻനിര നായികമാരിൽ ഒരാളായിട്ട് വരണം. അത് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഇതിലും നിൽക്കണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. ഡ്രീം ചെയ്യാനുള്ള ധൈര്യം എനിക്കറിയില്ല. മേ ബി ഞാൻ പറഞ്ഞില്ല, എൻ്റെ പാരൻസും എൻ്റെ ഫാമിലിയും വളരെ സപ്പോർട്ടീവ്. അവർ എൻ്റെ അടുത്ത് ഒരു കാര്യത്തിലും നോ എന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല, മുന്നോട്ടും പറയില്ലെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഏത് മാർഗ്ഗമാണ് എങ്ങനെയാണ് വരണ്ടേ ഒന്നും അറിയില്ല. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ ആരും മൂവി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം ഞാൻ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഓരോ ആൾക്കാരെ പരിചയപ്പെട്ട് പശുചേട്ടനെ പരിചയപ്പെട്ടതാണ് എൻ്റെ ലൈഫിൽ എനിക്കൊരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ സിനിമയോട് എന്തെങ്കിലും ഒന്ന് അടുത്തെത്തി എന്ന് തോന്നിയത് ആ മൊമെൻ്റാണ്. അവിടെ നിന്ന് പിന്നെ ഓഡീഷൻസ് കൊടുക്കാൻ തുടങ്ങി. എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്താട്ടോ ഞാൻ വന്നേ. അങ്ങനെ ഓഡീഷൻസ് കൊടുത്തിട്ട് പിന്നെ പറയില്ല, അത്രമേൽ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം യൂണിവേഴ്സിൻ്റെ ഒരു ഹെൽപ്പും കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എത്തിപ്പെട്ടതാണ് ഞാൻ സിനിമയിൽ. ഗൂഗിളിൽ ഞാൻ ഇടയ്ക്ക് അടിച്ചു നോക്കി സൂപ്പർ നൈസ് വലുത് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വരും, പിന്നെ IMDb പ്രൊഫൈൽ വരും. പണ്ട് അതുപോലെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ വരുമ്പോൾ സന്തോഷമാണ് അത് കാണുമ്പോൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. അത് ഞാനും ഒരിക്കൽ വരും ഫുള്ള് വിശ്വസിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യാലോ.